മധ്യ കേരളത്തിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരാകുമെന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് സീറ്റ് ഉറപ്പിക്കുമ്പോഴും ദീപ്തി മേരി വർഗീസ് കലാപക്കൊടി ഉയർത്തുമോ എന്ന ആശങ്ക പാർട്ടിക്കുണ്ട്. വൈപ്പിനിൽ ടോണി ചെമ്മണ്ണിയും തൃപ്പൂണിത്തറയിൽ ദീപക് ജോയിയെയും സ്ഥാനാർത്ഥികൾ ആക്കുമെന്നാണ് സൂചന. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജിജീഷ്, ഇത് കേരളത്തിൽ ഒട്ടാകെ കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാകുകയാണ്. നമ്മൾ തൊട്ട് മുൻപ് ചർച്ച ചെയ്തത് കണ്ണൂരിൽ കെ സുധാകരൻ കോൺഗ്രസിനെ വെട്ടിലാക്കി സ്വതന്ത്രനായി മത്സരിക്കുമോ ഇല്ലയോ എന്ന വിഷയമായിരുന്നു. ഇപ്പോൾ മധ്യ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമാണ്. കാരണം ദീപ്തി മേരി വർഗീസ് നേരത്തെ കൊച്ചി മേയർ ആക്കാത്തതിൽ കടുത്ത അതൃപ്തിയുള്ള ഒരു നേതാവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അവർക്ക് അർഹമായ പരിഗണന കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ ദീപ്തിയും കോൺഗ്രസ് ബന്ധം തന്നെ ഉപേക്ഷിച്ച് മറ്റേതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് എത്തിയാൽ അത്ഭുതമില്ല എന്ന് കരുതേണ്ടേ? ഗൗതം പറഞ്ഞതുപോലെ തന്നെ മധ്യ കേരളത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളാണ്, അവസാനിക്കാത്ത പ്രശ്നങ്ങൾ. സാധാരണ നിലയിൽ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കോൺഗ്രസിന് ഇത് പുത്തരിയല്ല. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങുമ്പോൾ മുതൽ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. ഇത്തവണ അത് അതിരൂക്ഷമാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ മധ്യ കേരളത്തിൽ തന്നെ എറണാകുളം ജില്ലയിലെ ചില സീറ്റുകളാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായി നിൽക്കുന്നതും വലിയ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതും. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനോടൊപ്പം തന്നെ ഈ ഒരു സീറ്റിനായി താല്പര്യം പ്രകടിപ്പിക്കുകയും പോസ്റ്ററുകളടക്കം അടിച്ചിറക്കിക്കൊണ്ട് പ്രചരണ രംഗത്ത് താനാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചരണത്തിന് തുടക്കം കുറിക്കുകയും എല്ലാം തന്നെ ചെയ്ത KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ വെട്ടിയാണ് മുഹമ്മദ് ഷിയാസ് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇനി വരാനിരിക്കുകയാണ് എങ്കിൽ പോലും അതിൽ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അമർഷമാണ്. താൻ ഇനി മുമ്പുണ്ടായിരുന്ന പോലെ പരസ്യപ്രതികരണത്തിനെല്ലാം തന്നെ ഒന്നും തയ്യാറാകില്ല എന്ന സൂചനകൾ ദീപ്തി നൽകുമ്പോൾ പോലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം ഇപ്പോൾ മഞ്ഞുരുകി എന്ന രീതിയിൽ നിൽക്കുകയും അതേ സമയത്ത് തന്നെ അത് ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ ദീപ്തി ഏതെല്ലാം നിലയിലേക്ക് ആയിരിക്കും പെരുമാറുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മധ്യ കേരളത്തിൽ വിശേഷിച്ച് കൊച്ചിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വലിയ കീറാമുട്ടിയായി മാറുകയാണ്. വിശേഷിച്ച് ദീപ്തി മേരി വർഗീസിന് സീറ്റില്ല എങ്കിൽ അത് മറ്റൊരു പൊട്ടിത്തെറിയായി മാറും. കാരണം കൊച്ചി മേയർ സ്ഥാനത്തേക്ക് ആദ്യം പാർട്ടി പരിഗണിച്ചത് ദീപ്തി ായിരുന്നു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന് വലിയ വിജയം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദീപ്തിയെ അവിടെ വെട്ടിനിരത്തി. അതിന്റെ അമർഷം നിലവിലുണ്ട്. ഇതുകൂടാതെ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അർഹമായ പരിഗണന ഇല്ല എങ്കിൽ അത് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് മധ്യ കേരളത്തിൽ വിശേഷിച്ച് കൊച്ചിയിൽ കോൺഗ്രസിനെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.